So in this video we will be looking on periodicity. So periodicity പറയുമ്പം ബേസിക്കലി ഇനോർഗാനിക് കെമിസ്ട്രിയുടെ ഇൻ ടോട്ടൽ എന്നല്ല നമ്മുടെ പീരിയോഡിക് ടേബിളിനെ പഠിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് ആസ് എ കെമിസ്ട്രി സ്റ്റുഡൻറ്റ്. സോ പീരിയോഡിക് ടേബിളിൻ്റെ ബേസിക് ആയിട്ട് അറിയേണ്ട കുറച്ച് ലൈക്ക് ക്യാരക്ടേഴ്സ് ആണ് ഇതിൽ ജസ്റ്റ് ഒന്ന് ഇല്ലസ്ട്രേറ്റ് ചെയ്തേക്കുന്നത്. ജസ്റ്റ് പറയുകയാണെങ്കിൽ ഫ്രം ഗോയിങ് ലെഫ്റ്റ് ടു റൈറ്റ്, ഇലക്ട്രോൺ അഫിനിറ്റി increases, ionization energy increases, atomic radius decreases, electronegativity increases. While going from up to ഇതിങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, നമുക്ക് ഡീറ്റെയിലോട്ട് പഠിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇപ്പോൾ ഇവിടെ തന്നെ ഞാൻ പറഞ്ഞ ടേംസ് എന്തൊക്കെയാണ്? അയണൈസേഷൻ എനർജി, അറ്റോമിക് റേഡിയസ്, ഇലക്ട്രോൺ അഫിനിറ്റി, ഇലക്ട്രോനെഗറ്റിവിറ്റി. സോ ഇതൊക്കെ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. സോ അയണൈസേഷൻ എനർജി എന്താണ്? അയണൈസേഷൻ എനർജി ഒരു ആറ്റം അല്ലെങ്കിൽ അയോണിൽ നിന്ന് ഒരു ഇലക്ട്രോണെ റിമൂവ് ചെയ്യാൻ എത്രത്തോളം എനർജിയാണ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വാട്ട് അയണൈസേഷൻ എനർജി ഇസ്. അറ്റോമിക് റേഡിയസ് എന്താണ്? അറ്റോമിക് റേഡിയസ് രണ്ട് ആറ്റംസ് അല്ലെങ്കിൽ ആറ്റോമിക് റേഡിയസ് എന്ന് പറയുമ്പോൾ രണ്ട് ആറ്റംസ് അടുത്തടുത്ത് വെക്കുന്ന സമയത്ത് രണ്ടുപേരുടെയും ന്യൂക്ലിയസിൻ്റെ സെൻറ്റേഴ്സിൽ നിന്ന് വരുന്ന ഡിസ്റ്റൻസിൻ്റെ ഹാഫ്. ദാറ്റ് ഈസ് വാട്ട് അറ്റോമിക് റേഡിയസ് ഇസ്. രണ്ട് ആറ്റംസ് നമ്മളിങ്ങനെ സൈമൾട്ടേനിയസ് ആയിട്ട് അടുത്തടുത്ത് വെക്കുകയാണെങ്കിൽ അവരുടെ ന്യൂക്ലിയസ് തമ്മിലൊരു ഡിസ്റ്റൻസ് ഉണ്ടാവും. ആ ഡിസ്റ്റൻസിൻ്റെ ഹാഫിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അറ്റോമിക് റേഡിയസ് എന്ന് പറയുന്നത്. ദി നെക്സ്റ്റ് വൺ ഇസ് ഇലക്ട്രോൺ അഫിനിറ്റി. ഇലക്ട്രോൺ അഫിനിറ്റി ആൻഡ് ഇലക്ട്രോനെഗറ്റിവിറ്റി. ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയുമ്പോൾ തന്നെ ലവ് ആണ്. അഫിനിറ്റി ഇഷ്ടം, ഗെയിൻ, ആ ഒരു സംഭവമാണ്. സോ ഇറ്റ് ഈസ് ദി മെഷർ ഓഫ് റെഡ്ലി ആൻ ആറ്റം എക്സെപ്റ്റ് ആൻ ഇലക്ട്രോൺ. ഒരു ആറ്റം ഇലക്ട്രോണെ എക്സെപ്റ്റ് ചെയ്യാൻ കാണിക്കുന്നതിൻ്റെ ആ ഒരു മെഷറിനെ, ആ ടെൻഡൻസിനെയാണ് നമ്മൾ ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയുന്നത്. കൊടുക്കാൻ കാണിക്കുന്നതിൻ്റെ ടെൻഡൻസിനെ നമ്മൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറയും. കൊടുക്കുമ്പോൾ നമ്മളവിടെ കെമിക്കൽ ബോണ്ട് ഫോം ചെയ്യും. അത് ഇൻഡയറക്ട്ലി അണ്ടർസ്റ്റുഡ് ആണ്. ഓക്കെ, യെസ്. സോ ദീസ് ആർ ദി ബേസിക് 4 ടേംസ്. അയണൈസേഷൻ എനർജി എന്താണെന്ന് മനസ്സിലായി, അറ്റോമിക് റേഡിയസ്, അതുപോലെ തന്നെ ഇലക്ട്രോൺ അഫിനിറ്റി ആൻഡ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. ഇനി ഇതെങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ ബേസിക് ആയിട്ട് ഇങ്ങനെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇതിൻ്റെ ബേസിലാണ് എലമെൻസിനെ നമ്മൾ പീരിയോഡിക് ടേബിൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ ഇതിൻ്റെ ഇൻക്രീസിങ് ഡിക്രീസിങ് അല്ലെങ്കിൽ അതിൻ്റെ വേരിയേഷൻസ് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ഓൺ ഗോയിങ് നോക്കും. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന ഒരു ലോ ആണ് പീരിയോഡിക് ലോ. പീരിയോഡിക് ലോ പറഞ്ഞത് വേറെ ഒന്നുമല്ല, ഞാനിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ആറ്റത്തിനെ ഒരു പീരിയോഡിക് പാറ്റേണിൽ അറേഞ്ച് ചെയ്ത് വച്ചേക്കുന്നത് ബേസിക്കലി ബേസ്ഡ് ഓൺ ദിയർ ഇൻക്രീസിങ് അറ്റോമിക് നമ്പർ. ഓക്കെ, ആറ്റത്തിനെ പീരിയോഡിക് ടേബിളിൽ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് അറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുന്ന രീതിയിലാണ്. നിങ്ങൾക്കറിയാം ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെർലിയം എന്നാണ് 1 2 3 അങ്ങനെ പോകുന്ന അറ്റോമിക് നമ്പർ കൂടുന്ന ബേസിലാണ്. പക്ഷേ ഈ അറ്റോമിക് നമ്പർ കൂടുന്ന ബേസിൽ എന്ന് പറയുമ്പോൾ there is a periodic pattern there based on their physical and chemical properties. Periodic pattern of physical and chemical propertiesന്റെ ബേസ്ഡ് ആണ് അറ്റോമിക് നമ്പർ നമ്മൾ കൊടുത്തിട്ടുള്ളത്. സോ ആ അറ്റോമിക് നമ്പറിൻ്റെ ബേസിസിലാണ് എലമെൻസിനെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി ബേസിക് ആയിട്ട് പീരിയോഡിക് ടേബിളിന് ഞാനൊന്ന് സമ്മപ്പ് ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ പറയാം. 4 ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നോബൽ ഗ്യാസ്, റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ്, ട്രാൻസിഷൻ എലമെൻറ്റ്സ്, ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ്. നോബൽ ഗ്യാസിനെയാണ് നമ്മൾ ഗ്രൂപ്പ് 0 എന്നും പറയാറുണ്ട്. സോ ഇറ്റ് ഈസ് എൻ എസ് ഫ്ലോ കാറ്റഗറി. റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ് വരുമ്പോൾ അല്ല, നോബൽ ഗ്യാസ് എസ് ഫ്ലോ കാറ്റഗറി എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, യെസ്. റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സിനെ നമ്മൾ ജനറലി ഗ്രൂപ്പ് എ എന്ന് പറയാറുണ്ട്. ട്രാൻസിഷൻ എലമെൻറ്റ്സിനെ നമ്മൾ ഡി ബ്ലോക്ക് എന്ന് പറയാറുണ്ട്. ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സിന് എഫ് ബ്ലോക്ക് എന്ന് പറയാറുണ്ട്. അതായത് നമ്മുടെ പീരിയോഡിക് ടേബിളിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് 2 റോസ്, ലാന്റനൈറ്റ്സ് ആൻഡ് ആക്ടിനൈറ്റ്സ്, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. സോ ഇതാണ് ജസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇൻ ഡീറ്റെയിൽ നമ്മൾ ഓരോ ഗ്രൂപ്പിനെ പറ്റി പഠിക്കുവാണെങ്കിൽ ഫസ്റ്റ് വൺ ഇസ് നോബൽ ഗ്യാസ്. ഗ്രൂപ്പ് 0 എന്നറിയപ്പെടുന്ന നോബൽ ഗ്യാസ് ആണ്. ഇവിടെ ഔട്ടർ മോസ്റ്റ് എസ് ആൻഡ് പി ഓർബിറ്റൽസ് ആണ്. ഈ 2 പേരെയും കൂടെയാണ് കേട്ടോ നമ്മൾ എസ് ആൻഡ് പി ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇത് എഴുതിയപ്പോൾ വന്ന മിസ്റ്റേക്ക് ആണ്. എസ് ആൻഡ് പി ബ്ലോക്ക് എന്ന് പറയുന്നത് 2 പേരെയും കൂടെയാണ് കേട്ടോ. നോബൽ ഗ്യാസിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. ഓക്കെ, നോബൽ ഗ്യാസ് ഗ്രൂപ്പ് 0 ഔട്ടർ എസ് ആൻഡ് പി ഓർബിറ്റൽസ് ഫിൽഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ സ്റ്റേബിൾ ആണ്, ഇന്നേർട്ടാണ്, അതായത് നോൺ റിയാക്റ്റീവ് ആണ്. ഇനി വരുന്നതാണ് റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ്. റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സിൽ എസ് ആൻഡ് പി ബ്ലോക്സ് ഓർബിറ്റൽസ് ആണ് ഫിൽ ആയിക്കൊണ്ടിരിക്കുന്നത്. ഗ്രൂപ്പ് എ വരുന്ന സമയത്ത് ആൽക്കലി മെറ്റൽസ് ആണ്, വെരി റിയാക്റ്റീവ് ആണ്. ഔട്ടർ എസ് ഓർബിറ്റലിൽ ഒരു ഇലക്ട്രോൺ ഉണ്ടാവും.
അടുത്ത് ഗ്രൂപ്പ് 2A പറയുമ്പോൾ കുറച്ച് റിയാക്റ്റീവ് ആണ്, ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് കാറ്റഗറി ആണ്. അവിടെ ഔട്ടർ എസ് ഓർബിറ്റലിൽ 2 ഇലക്ട്രോൺസ് ഉണ്ടാവും. 3A വരുന്ന സമയത്ത് ഔട്ടർ ഓർബിറ്റലിൽ 3 ഇലക്ട്രോൺസ് ആണ് ഉണ്ടാകുന്നത്. ഇവിടെ അലൂമിനിയം ഗ്രൂപ്പ് എന്നും ആ ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കാറുണ്ട്. സോ ഔട്ടർ ഓർബിറ്റൽസ് വരുന്നത് 2s ആൻഡ് 1p ആണ്. ഓക്കെ, ഇനി ഈ p ഓർബിറ്റൽസിൽ വരുന്ന വേരിയേഷൻസ് ആണ് നോക്കുവാണെങ്കിൽ മനസ്സിലാവും. എല്ലാം 2s ആണ്. 1p, 2p, 3p, 4p, 5p. പിന്നെ ഗ്രൂപ്പ് 1A തൊട്ട് 7A വരെയാണ് റെപ്രസെൻറ്റേറ്റീവ് എലമെന്റ്സിൽ വരുന്നത്. 1Aയിൽ 1 ഇലക്ട്രോൺ ആയിരിക്കും ഔട്ടർ ഷെല്ലിൽ ഉണ്ടാവുന്നത്. 2Aയിൽ 2, 3Aയിൽ 3, 4Aയിൽ 4, 5Aയിൽ 5 ഇലക്ട്രോൺ, 6Aയിൽ 6 ഇലക്ട്രോൺ, 7Aയിൽ 7 ഇലക്ട്രോൺസ്, ഇങ്ങനെ പോകും. ലാസ്റ്റ് വരുമ്പോൾ പിന്നെ അലൂമിനിയം, കാർബൺ, അത് ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ അങ്ങനെ പറയത്തില്ല. ഇപ്പൊ കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഇത് 3 CNO ഇങ്ങനെയാണ് വരുന്നത്. 4, 5, 6. 7ാമത്തെ ഗ്രൂപ്പാണ് ഹാലജൻസ്. ഹാലജൻസിനെ പറ്റി പറയാൻ വെരി റിയാക്റ്റീവ് ആണ്. എന്തുകൊണ്ടാണ് അവർ വെരി റിയാക്റ്റീവ് ആവുന്നതെന്ന് ചോദിച്ചാൽ, ഒരു ഇലക്ട്രോൺ കൂടെ വന്നാൽ ഇവർ സ്റ്റേബിൾ കോൺഫിഗറേഷനിലെത്തും. അതുകൊണ്ട് വെരി റിയാക്റ്റീവ് ആണ്. ഇനി അടുത്ത് വരുന്ന കാറ്റഗറിയാണ് ട്രാൻസിഷൻ മെറ്റൽസ്. ഗ്രൂപ്പ് ബി എന്ന് പറയാറുണ്ട്, ഡി ബ്ലോക്ക് എന്ന് പറയാറുണ്ട്. ഇന്ന ട്രാൻസിഷൻ മെറ്റൽസ് വരുന്ന സമയത്ത് എഫ് ബ്ലോക്ക്, ലാൻറ്റനൈറ്റ്സ് ആൻഡ് ആക്ടിനൈറ്റ്സ്. സോ ഇതാണ് ഒരു ജിസ്റ്റ് ഓഫ് ഫോൺ തറയിപ്പോയതാണ്. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് എ ജിസ്റ്റ് ഓഫ് പീരിയോഡിക് ടേബിൾ ലുക്സ് ലൈക്ക്. ഇനി 3 മേജർ ഫോഴ്സസ് അഫക്റ്റിംഗ് പീരിയോഡിസിറ്റി. 3 മേജർ ഫോഴ്സസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ന്യൂക്ലിയർ ചാർജ്, ഷീൽഡിംഗ് ഇഫക്റ്റ്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ ന്യൂക്ലിയർ ചാർജ്. ന്യൂക്ലിയർ ചാർജ് എങ്ങനെയാണ് ഒരു പീരിയോഡിസിറ്റിനെ എഫക്റ്റ് ചെയ്യുന്നത്? സോ ഗ്രേറ്റർ ദി നമ്പർ ഓഫ് പ്രോട്ടോൺസ്, ഗ്രേറ്റർ ദി പോസിറ്റീവ് ചാർജ്, സ്ട്രോങ്ങർ ദി ഇലക്ട്രോൺസ് വിൽ ബി ഹെൽഡ്. ഓക്കെ, പ്രോട്ടോൺസ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ചാർജ് ആണ്. സോ പ്രോട്ടോൺസിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് പോസിറ്റീവ് ചാർജ് കൂടും. ആൻഡ് ആസ് എ റിസൾട്ട് ഓഫ് ദിസ് ഇൻക്രീസിങ് പോസിറ്റീവ് ചാർജ്, ഇലക്ട്രോൺസ് സ്ട്രോങ്. ഇലക്ട്രോൺസ് അറിയാലോ നെഗറ്റീവ് ചാർജ് ആണ്. സോ അവർ തമ്മിലുള്ള അട്രാക്ഷൻ സ്ട്രോങ് ആയിരിക്കും. ഓക്കെ, അടുത്ത് വരുന്നതാണ് ഷീൽഡിംഗ് ഇഫക്റ്റ്. ഷീൽഡിംഗ് ഇഫക്റ്റ് എന്താണ്? ഷീൽഡിംഗ് ഇഫക്റ്റ് വേറൊന്നുമല്ല, നമ്മുടെ ന്യൂക്ലിയസിലാണ് പ്രോട്ടോൺസ് ഉള്ളതെന്ന് നമുക്കറിയാം. സോ ഈ ന്യൂക്ലിയസും ഔട്ടർ മോസ്റ്റ് ഷെല്ലുമായിട്ട് ഒരു അട്രാക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ചുറ്റും റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോൺസ് ആയിട്ട് ഒരു അട്രാക്ഷൻ ഉണ്ട്. ഈ ഇലക്ട്രോൺസിന്റെ അട്രാക്ഷൻ, ഔട്ടർ മോസ്റ്റ് ഷെൽ, വാലൻസ് ഷെല്ലിൽ വരുന്ന ഇലക്ട്രോണുമായിട്ടുള്ള അട്രാക്ഷൻ, ഇതിന്റെ ഇൻ ബിറ്റ്വീൻ വരുന്ന ഇൻസൈഡ് ഓർബിറ്റൽസിൽ വരുന്ന ഇലക്ട്രോൺസ് ഷീൽഡ് ചെയ്യും. അതിനെയാണ് ഷീൽഡിംഗ് ഇഫക്റ്റ് എന്ന്, സ്ക്രീനിങ് ഇഫക്റ്റ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതൊക്കെ ഈ ഒറ്റ സംഭവമാണ്, ഷീൽഡിംഗ് ഇഫക്റ്റ് ആണ്. ഇറ്റ് ഈസ് ദി ഇഫക്റ്റ് ഓഫ് ഇന്നർ എനർജി ലെവൽസ് reducing the strength of nuclear charge on electrons of outer energy levels. അതായത് ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ ഇൻസൈഡ് ഓർബിറ്റൽസിൽ ഉള്ള ഇൻസൈഡ് ഓർബിറ്റൽസിൽ വരുന്ന ഇലക്ട്രോൺസ് ഔട്ടറും ന്യൂക്ലിയസും തമ്മിലുള്ള ഒരു അട്രാക്ഷൻ, അല്ലെങ്കിൽ ആ ഒരു ന്യൂക്ലിയർ ചാർജിന്റെ സ്ട്രെങ്തിനെ കുറയ്ക്കുന്നു. അങ്ങനെ ഒരു ഷീൽഡിംഗ് ഉണ്ടാകുന്നുണ്ട്. ഇത് പീരിയോഡിസിറ്റിനെ എഫക്ട് ചെയ്യുന്ന വൺ ഓഫ് ദി റീസൺ ആണ്. പിന്നെ വരുന്നതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറയുന്ന സമയത്ത് മോസ്റ്റ് സ്റ്റേബിൾ ആവുന്നത് എപ്പോഴാണ്? ഔട്ടർ ഓർബിറ്റൽസ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആവുന്ന സമയത്താണ്. എസ്പെഷ്യലി എസ് ആൻഡ് പി ഓർബിറ്റൽസിന്റെ കേസിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റൽസ്, വാലൻസ് ഷെൽസ് സ്റ്റേബിൾ കോൺഫിഗറേഷൻ എത്തിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ദീസ് ആർ ദി മേജർ 3 ഫോഴ്സസ് affecting periodicity. Just ഒന്ന് എഴുതിയെടുത്തേ.